അടിമാലി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ ദുരിതാശ്വാസ ക്യാമ്പിൽ വീണ്ടും പ്രതിഷേധം. ജില്ലാ ഭരണകൂടം മുന്നോട്ട് വെച്ച നഷ്ടപരിഹാരം അംഗീകരിക്കില്ലെന്ന് ദുരന്തബാധിതർ. വീടുകളിലേക്ക് മടങ്ങിപ്പോകാൻ നിർദ്ദേശിച്ചവരുടെ പട്ടികയിൽ അപാകതയെന്ന ആരോപണം. മണ്ണ് നീക്കാനെത്തിയ ദേശീയപാത അധികൃതരെ നാട്ടുകാർ തടഞ്ഞു. വീട്ടിൽ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഈ ആനുകൂല്യങ്ങളും കാര്യങ്ങളും ഒന്നും തന്നെ വേണ്ട. എന്റെ വീട് നഷ്ടപ്പെടണം, ഞാൻ ആ വീട്ടിൽ താമസിക്കാൻ തയ്യാറാണ്. ഈ പറയുന്ന 22 കുടുംബം അല്ലെങ്കിൽ 29 കുടുംബങ്ങൾക്ക് അർഹമായ പ്രാതിനിധ്യം നൽകി തന്നെ ചെയ്യണം. മുഹമ്മദ് ആഷിഖ് ചേരുന്നു. ആഷിഖ്, വലിയ പ്രതിഷേധമാണ് ദുരിതബാധിതരുടേത്. അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? എങ്ങനെ ഇടപെടുന്നു ജില്ലാ ഭരണകൂടം? അടിമാലിയിലെ ദുരന്തബാധിതരുടെ പ്രശ്നം പ്രതിഷേധങ്ങളില്ലാതെ പരിഹരിക്കാനാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് രാവിലെ മന്ത്രി റോഷി അഗസ്റ്റിൻ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ ദുരിതബാധിതർക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ദേശീയപാത അതോറിറ്റി ചുമതലപ്പെടുത്തിക്കൊണ്ട് മന്ത്രി പ്രതികരിച്ചു. എന്നാൽ ഈ തീരുമാനം, ഈ ഒത്തുതീർപ്പ് അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല ദുരിതബാധിതർ എന്നുള്ളതാണ്. ദുരിതാശ്വാസ ക്യാമ്പിൽ തന്നെ വലിയ പ്രതിഷേധം ഉയരുന്ന സാഹചര്യമാണുള്ളത്. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ താമസിക്കുന്ന വലിയൊരു കൂട്ടം കുടുംബങ്ങൾ, ഏതാണ്ട് 26ഓളം കുടുംബങ്ങളോട് തിരികെ വീടുകളിലേക്ക് മടങ്ങി പോകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മിച്ചമുള്ള 25 പേരോട് മാത്രമാണ് നഷ്ടപരിഹാരം നൽകി വാടക വീടുകൾ കണ്ടെത്തി മറ്റൊരിടത്തേക്ക് പുനരധിവസിപ്പിക്കാനുള്ള തീരുമാനം എടുത്തിട്ടുള്ളത്. അതിൽ ഈ രണ്ട് പേരായി തിരികെ പ്രശ്നബാധിതരായ മനുഷ്യരും അല്ലാത്തവരും എന്ന് തിരിച്ചിട്ടുള്ളതിൽ വലിയ പ്രശ്നമുണ്ടെന്നാണ് ദുരിതാശ്വാസ ക്യാമ്പിൽ താമസിക്കുന്ന ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. 26 കുടുംബങ്ങളോടാണ് പഴയ വീടുകളിലേക്ക് മടങ്ങി പോകാൻ പറഞ്ഞിട്ടുള്ളത്. 25 കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകാനും തീരുമാനമായി. ഈ രണ്ടുപേരുടെയും പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട് ജില്ലാ ഭരണകൂടം. ഈ പട്ടികയിൽ ക്രമക്കേടുണ്ട് എന്നാണ് ഈ ദുരന്ത ബാധിതരെ ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വീണ്ടും ചർച്ച ചെയ്യണം. എങ്കിൽ മാത്രമേ തങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് പോവുകയും മണ്ണ് നീക്കാൻ അനുവദിക്കുകയുള്ളൂ എന്നാണ് ഇപ്പോൾ പ്രതിഷേധക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. ദിവ്യ.